ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഗാസയിൽ വീണ്ടും ഒരു പ്രത്യാക്രമണം ഉണ്ടായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ഭീകരർ വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനെ തിരിച്ചടി എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഐസൺ, ഈ ഗാസയിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന ആ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇപ്പോഴും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. ഇപ്പോൾ ഈ ഹമാസ് ഭീകരർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകോപനത്തിന് തിരിച്ചടി എന്ന നിലയിലാണോ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള പുതിയ നീക്കം? ഐസൺ, തീർച്ചയായും ഗൗതം, ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ചടിയായി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇസ്രയേൽ പ്രതിരോധ സേനയും ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ് 5 പേരാണ് ഇപ്പോൾ ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സമാനമായ രീതിയിൽ 5 പേരിൽ 2 സ്ത്രീകളും 1 പുരുഷനും അതുപോലെ തന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിനേക്കാൾ ഏറെ ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിക്കുന്നൊരു രീതി ഇസ്രയേൽ ഹമാസ് ഭീകരർക്കുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത്തരത്തിലൊരു ഇത്തരമൊരു പ്രശ്നം കൂടി അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സമയം തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഇത് സംബന്ധിച്ച വലിയൊരു വെല്ലുവിളി നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ ഈ ഹമാസ് ഭീകരർ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിന്യാസങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. ഔട്ട് പോസ്റ്റുകളും അതുപോലുള്ള സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നു. 5ഓളം സൈനികർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു പ്രകോപനപരമായ നിലപാട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് തീർച്ചയായും അതിനൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച സമാധാന ധാരണയിൽ ഒരു ഘടകം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ്. അത്തരത്തിൽ ഹമാസിനെ നിരായുധീകരിക്കുകയും ഹമാസിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റിയുടെയും നിയന്ത്രണത്തിലല്ലാത്തൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിലനിർത്തുക ഗാസയെ എന്ന ഒരു നിലപാടാണ് അമേരിക്കയും അതുപോലെ തന്നെ ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ നീക്കം നടത്തുന്ന സ്റ്റെബിലൈസേഷൻ ഫോഴ്സുകളിൽ എല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഹമാസിനെ പ്രകോപിപ്പിക്കുന്നതും. അവരെ നിരായുധീകരിച്ചാൽ സ്വാഭാവികമായും ലോകത്തിൽ അവരുടെ നിയന്ത്രണം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഭയം തന്നെയാണ് ഇസ്രായേൽ സേനയ്ക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വ്യോമാക്രമണം തിരിച്ച് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഗൗതം.